കഴിഞ്ഞ ദിവസം ജി സുധാകരൻ MLA മാധ്യമങ്ങളോട് നടത്തിയ ഒരു സംവാദം അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കൂടെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ജൂബിലി ടീച്ചറും പങ്കെടുക്കുന്നുണ്ട്. ടീച്ചറെ പഠിപ്പിച്ച ഏതോ ഒരു സ്റ്റുഡൻ്റാണത്രേ ഈ മാധ്യമ പ്രവർത്തകൻ. അപ്പം നീ ശരിക്കും പഠിപ്പിക്കാത്തതുകൊണ്ടാണെന്നൊക്കെ പറയുന്നത് നമ്മളത് കേട്ടു, പലവട്ടം കേട്ടു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോഴും ആ വീഡിയോ ഓടുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ റിപ്പോർട്ടർ TVയുടെ പ്രതിനിധിയോട് മോശമായി ജി സുധാകരൻ പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് KUWJ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് ഒരു കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്, ഒരു പ്രതിഷേധ കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ജി സുധാകരനെ പോലെ ഒരാളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്, ചോദിക്കരുതാത്ത ചോദ്യങ്ങളുമുണ്ട്. ജി സുധാകരൻ വിളിച്ചിട്ടല്ല മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നത്. അത് അദ്ദേഹത്തിൻ്റെ വീടാണ്. അതൊരു പാർട്ടി ഓഫീസോ ഒരു പൊതുസ്ഥലമോ ഒരു വായനശാലയോ ഒരു പ്രസ് ക്ലബ്ബോ അല്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാധ്യമപ്രവർത്തകരായാലും സാധാരണക്കാരായാലും പാർട്ടി പ്രവർത്തകരായാലും ഒക്കെ തന്നെ ഒരു സാമാന്യ മര്യാദ വേണ്ടതാണ്. അത് ലംഘിച്ചതുകൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കേണ്ട, ചോദിച്ചു കഴിഞ്ഞല്ലോ മറുപടിയും ഞാൻ പറഞ്ഞല്ലോ എന്ന ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹം കയർത്ത് സംസാരിച്ചില്ല, ബഹളം കൂട്ടിയില്ല, തമാശ രൂപത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതല്ലാതെ മാധ്യമപ്രവർത്തകർ അവരുടേതായ മാന്യത പലപ്പോഴും അതിർവരമ്പുകൾ ലംഘിക്കുന്നു എന്നത് ഒരു സത്യം തന്നെയാണ്. ഇപ്പം KWJ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും പ്രസ് ക്ലബ്ബും അമ്പലപ്പുഴയിലെ വസതിയിൽ വെച്ച് UDF പിന്തുണയോടെ ജയിച്ച CPM നേതാവ് ജി സുധാകരൻ്റെ പ്രതികരണം തേടിയപ്പോഴാണ് അധിക്ഷേപ പരാമർശമുണ്ടായത് എന്നാണ് റിപ്പോർട്ടർ TVയിലെ വാർത്ത. എന്ത് അധിക്ഷേപ പരാമർശം? അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ തുറന്നു പറയുന്നയാളാണ്. അദ്ദേഹം മുഖം നോക്കാത്ത കാര്യങ്ങൾ പറയുന്നയാളാണ്. ഒരു വലിയ സംവിധാനത്തിന് കീഴിൽ നിന്നുകൊണ്ട്, അതായത് CPM എന്ന വലിയ ഒരു സംവിധാനത്തിൻ്റെ കൂടെ 10-60 വർഷം നിന്നിട്ട് പോടാ പുല്ലേ എന്ന് പറഞ്ഞ് കൂളായിട്ട് പൊടിയും തട്ടി നീ നിൻ്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന അമ്പലപ്പുഴയിൽ മത്സരിച്ച് ജനങ്ങളുടെ പിന്തുണയോടെ UDFൻ്റെ പിന്തുണയോടെ ജയിച്ച ജി സുധാകരനോടൊക്കെ അതും ഇതും ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് ഇത്തരത്തിലല്ലാതെ ഏത് തരത്തിൽ പ്രതികരിക്കാനാണ്? മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നൊരു കാര്യമില്ലേ? ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവമില്ലേ? ചോദിക്കുന്ന ചോദ്യത്തിനും ചോദിക്കുന്ന ചോദ്യ രീതികൾക്കും ഒരു മാന്യതയില്ലേ? സംസ്ഥാനത്തെ ഒരു മുൻ മന്ത്രി കൂടിയായ ജി സുധാകരൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ കാണിക്കേണ്ട ഉത്തരവാദിത്വം മറന്നു. എന്ത് മറന്നു? മാധ്യമങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ചോദിക്കേണ്ട എന്ന് പറയാനുള്ള അവകാശം വ്യക്തിപരമായ അദ്ദേഹത്തിനുണ്ട്. ഇന്ത്യൻ ഭരണഘടന അത് നൽകുന്നുണ്ട്. അങ്ങേയറ്റം അമാന്യമായ ഭാഷാപ്രയോഗമാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രതിനിധിയായ മനീഷ് മഹിപാലിനോട് നടത്തിയത്. മനീഷാണ് ജൂബിലി ടീച്ചറുടെ ശിഷ്യൻ. മാധ്യമപ്രവർത്തകനെ മൂന്നാം കിട എന്ന് വിളിച്ച, മൂന്നാം കിട ചോദ്യം ചോദിച്ചാൽ, മൂന്നാം കിട കാര്യങ്ങൾ ചെയ്താൽ മൂന്നാം കിട എന്നല്ലാതെ ഒന്നാം കിട എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം അദ്ദേഹം ചോദിക്കരുത്, മതി ചോദിച്ചത്, ഈ കാര്യങ്ങൾ ചോദിക്കരുത്, ഇന്ന ആളുകളെ പറ്റി ചോദിക്കരുത്, മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ ചോദ്യം തന്നെ വീണ്ടും 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 ആവർത്തിച്ച് ചോദിക്കുക. 3-4 പ്രാവശ്യം ആവർത്തിച്ച് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു പ്രതികരണം ഉണ്ടാകും. അത് ഇത്തരത്തിൽ ആയിപ്പോയതിൽ തെറ്റ് പറയാൻ സാധിക്കില്ല. സഹികെടുമ്പോൾ അല്ലെങ്കിൽ അണമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറയുന്ന പോലെ അളമുട്ടി കാണും. അതുകൊണ്ട് ആ സ്ത്രീയും പ്രതികരിച്ചു, ടീച്ചറും പ്രതികരിച്ചു. എന്നിട്ട് ടീച്ചറോട് എന്തെങ്കിലും പറയാനായിട്ട് മൈക്കിന് മുന്നിൽ വന്ന് പറയാനൊക്കെ ആവശ്യപ്പെടുക. ഇതൊക്കെ എന്ത് മാധ്യമ പ്രവർത്തനമാണ് എന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ല. ഞങ്ങൾ മാധ്യമ പ്രവർത്തനമൊക്കെ കുറേ കണ്ടതാണ്, കുറേ കേട്ടതാണ്, കുറേ ചെയ്തതാണ്. നമ്മളൊക്കെ ഏറ്റവും മാന്യമായിട്ടും ഏറ്റവും നല്ല രീതിയിലും മാത്രമേ ഏതൊരു നേതാവിനോടായാലും ഏതൊരു വ്യക്തിയോടായാലും നമ്മൾ ചോദിക്കുകയുള്ളൂ. ഒരു ചോദ്യം ചോദിക്കേണ്ട എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ ചോദ്യം ചോദിക്കില്ല. ഇനി അതനുസരിച്ചൊരു ഉത്തരം കിട്ടണമെങ്കിൽ ആ ചോദ്യം അല്പം വളഞ്ഞ വഴിയിലൂടെ ചോദിക്കുക. ഇത് വീണ്ടും വീണ്ടും നേരിട്ട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടിപ്പോൾ അപലപിക്കുന്നു, അല്ലെങ്കിൽ നടപടിയെടുക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് KWJ രംഗത്ത് വന്നിട്ട് എന്ത് കാര്യം? മാധ്യമപ്രവർത്തകർ അവരുടെ ആ ഒരു സ്വത്വം കൈവടിയാതെ നല്ല രീതിയിൽ നല്ല മാധ്യമപ്രവർത്തനം, നിങ്ങൾ സെൻസേഷണൽ മാധ്യമപ്രവർത്തനമൊക്കെ നടത്തിക്കോളൂ, പക്ഷേ അത് ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി, നമ്മൾ ചോദ്യം ചോദിക്കുന്ന വ്യക്തിയോടുള്ള ആ ഒരു ബഹുമാനത്തോടു കൂടിയും അംഗീകാരത്തോടു കൂടിയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മാധ്യമപ്രവർത്തനം എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്.